വെള്ളം വെള്ളം വാട്ടർ വാട്ടർ ഭയങ്കര ദാഹം പക്ഷേ ഭയങ്കര ചൂടല്ലേ? ആകെ ഓറഞ്ച് മയമായ ഇന്ത്യൻ ഓയിലിന്റെ പമ്പിൽ നിന്നും 2 ബൈക്കിലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. മൊത്തം 1200 രൂപയായി. ലിറ്ററിന് 94 രൂപ 24 പൈസ. സുരേഷാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ കണക്കപ്പിള്ള. ബില്ല് വാങ്ങി സുരേഷ് ഭദ്രമായി പൗച്ചിൽ വച്ചു. അങ്ങനെ ചണ്ഡീഗഡിൽ നിന്നും മനാലിയിലേക്ക് നമ്മുടെ 2ാം ഘട്ട യാത്ര ആരംഭിച്ചു. ഒരു പ്രോ റൈഡറെ പോലെ സുരേഷാണ് മുന്നിൽ പറപ്പിച്ചു പോകുന്നത്. യോഗ മാറ്റ്, ടെന്റ്, സ്ലീപ്പിംഗ് ബാഗ് ഒക്കെയായി നല്ല ലോഡുണ്ട് പുള്ളിയുടെ ബൈക്കിൽ. ഒരു മാസം താമസിക്കാനുള്ള വകുപ്പാണെന്ന് തോന്നും കണ്ടാൽ. പിറകിലായി ഞാനും പ്രതിഭേട്ടന് തന്റെ സൈഡ് ബാഗിന്റെ സുരക്ഷയെക്കുറിച്ച് വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നതിനാൽ ഇടയ്ക്ക് വെച്ച് ബൈക്ക് നിർത്തി. എല്ലാം വീണ്ടും വലിച്ചു കെട്ടി പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി. സുരേഷിന്റെ വേഷം കണ്ട് ഏതോ അന്യഗ്രഹ ജീവിയെ ഓർമ്മ വന്നു. വെള്ളം വെള്ളം വാട്ടർ വാട്ടർ ഭയങ്കര ചൂടല്ലേ? റൈഡിംഗ് ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ട് ഒരു പുഴുങ്ങുന്ന അവസ്ഥയാണ്. നല്ല ചൂടും നല്ല ദാഹവും. അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ട ഹരിയാനക്കാരന്റെ താൽക്കാലിക ഷെഡിലേക്ക് വെള്ളം അന്വേഷിച്ചു ചെന്നു. ഓറഞ്ച് और क्या गन्ना नहीं एक चाहिए 50 वाला ही 50 का एक 50 वाला 40 का ओके. സത്യത്തിൽ അയാൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചതിനല്ല അയാൾ മറുപടി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം 3 ഓറഞ്ച് ജ്യൂസും കുടിച്ച് അല്പം റെസ്റ്റ് എടുത്ത് അവിടെ നിന്നും യാത്രയായി. ഇടയ്ക്ക് വെച്ച് എൻ്റെ ബൈക്കിന് ചെറിയ തകരാറ്. ബ്രേക്ക് തീരെ കിട്ടുന്നില്ല. ബ്രേക്ക് ലൈനർ തെയ്യുന്ന ശബ്ദം വല്ലാതായി. കുറെ തിരക്കിന് ശേഷം വഴിവക്കിലുള്ള ഒരു പഞ്ചാബിയുടെ വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചു. മരത്തിന്റെ തണലായുള്ള തന്റെ വർക്ക്ഷോപ്പ്, അതിനോട് ചേർന്ന് തന്നെ ഒരു പാനിപ്പൂരി കടയും. പകൽ ബൈക്ക് റിപ്പയറിംഗും, വൈകിട്ട് പാനിപ്പൂരി കച്ചവടവും. പരിപാടി അടിപൊളി. അരമണിക്കൂർ കൊണ്ട് അയാൾ ബൈക്ക് റിപ്പയർ ചെയ്തു തന്നു. 300 രൂപയായി. റിപ്പയർ ചെയ്തിട്ടും വണ്ടി പഴയ പോലെ തന്നെ. ബ്രേക്ക് ചെയ്യുമ്പോഴെല്ലാം ഏറുകൊണ്ട പട്ടി മോങ്ങുന്ന പോലെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നു. ചെറുപാലങ്ങളും പട്ടണങ്ങളും പിന്നെയും കടന്നുപോയി. ഇത് മൗറ ടോൾ പ്ലാസ. നമ്മൾ ചണ്ഡീഗഡിൽ നിന്നും 79 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ വല്ലാത്ത നടുവേദന. ഇനിയും 200 കിലോമീറ്ററിന് മേലെ ഓടേണ്ടതുണ്ട്. പ്രതിഭേട്ടനെ ബൈക്കിന്റെ മുന്നിലിരുത്തി ഞാൻ പുറകിലിരുന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി. സ്വന്തം മോന്ത ക്യാമറയിൽ കണ്ട ഞാൻ ഞെട്ടി. ഹെൽമെറ്റും ഗോപ്രോ ഒക്കെയായി ഒരു കാട്ടുപന്നിയുടെ രൂപം. പിന്നെ ഞാൻ ചുറ്റുപാടുകളുള്ള പ്രകൃതിയുടെ സൗന്ദര്യം ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുകയായി. ഹിമാചലിന്റെ സൗന്ദര്യം അകലെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോഴേക്കും നമ്മൾ വലിയൊരു കമാനത്തിന്റെ അടുത്തെത്തി. ഇത് ഹിമാചലിലേക്ക് കടക്കാനുള്ള കവാടമാണ്. ഇവിടെ വാഹനത്തിന് ടോൾ കൊടുക്കണം. ബൈക്ക് ഫ്രീ ആണ്. കഴിഞ്ഞ മോറ പ്ലാസ ബൂത്തിലും ബൈക്ക് ടോൾ ഫ്രീ ആയിരുന്നു. അങ്ങനെ ദേവഭൂമിയായ ഹിമാചലിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള ഈ ഹൈവേയിലെ ആദ്യത്തെ ടണലിൽ നമ്മളെത്തി. ഇതിൻ്റെ പേര് കെഞ്ചി ടണൽ. ദൈർഘ്യം 2 കിലോമീറ്റർ. ചണ്ഡീഗഡിൽ നിന്നും 83 കിലോമീറ്റർ ദൂരം. 1ാം ടണൽ കഴിഞ്ഞ് വലിയ മലകൾക്കിടയിലായി ഉയർന്ന മേൽപ്പാലം. 1 കിലോമീറ്റർ കഴിഞ്ഞ് 700 മീറ്റർ നീളമുള്ള 2ാമത്തെ ടണൽ ആരംഭിക്കുന്നു. ഇത് തപ്ന ടണൽ എന്നറിയപ്പെടുന്നു. ടണൽ കഴിഞ്ഞ് പിന്നെയും മേൽപ്പാലം. അകലെയായി തപ്ന വില്ലേജിന്റെ കാഴ്ചകൾ കാണാം. നന്നായി വിശക്കാൻ തുടങ്ങിയിരുന്നു. ഡൽഹി ഹരിയാന ബോർഡറിലുള്ള ശിവ ഡാബയിൽ നിന്നും പുലർച്ചെ 5 മണിക്ക് ഉള്ളി സാൻഡ്വിച്ച് കഴിച്ചതാണ്. പിന്നെ കുറച്ച് വെള്ളവും ജ്യൂസും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പുതിയ ഹൈവേ ആയതുകൊണ്ട് പലയിടങ്ങളിലും ഡാബകളുടെ പണി തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം കൊള്ളാവുന്നത് എന്ന് തോന്നിയ ഒരു ഡാബയുടെ അരികിൽ ബൈക്ക് നിർത്തി. ന്യൂ ഷെയർ പഞ്ചാബി ഡാബ. കുറച്ച് തന്തൂരി നാനും രാജ്മക്കറിയും ദാലും ഓർഡർ ചെയ്തു. വിശപ്പ് കാരണം ആക്രാന്തത്തോടെ എല്ലാം അകത്താക്കി. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ കൺട്രോൾ പോകുന്ന ലക്ഷണമാണ്. എല്ലാം കൂടി മൊത്തം 500 രൂപയോളമായി. നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. മനാലിയിലേക്ക് ഇനിയും 220 കിലോമീറ്ററോളം ഓടാനുണ്ട്. ചണ്ഡീഗഡിൽ നിന്നും 310 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് മനാലിയിലെത്താൻ ഏകദേശം 10 മണിക്കൂർ വേണ്ടി വരും. ഇടയ്ക്കുള്ള ബ്രേക്കുകൾ എല്ലാം കൂട്ടി. ചണ്ഡീഗഡിൽ നിന്നും മനാലിയിലേക്കുള്ള കിരാത്പൂർ നർച്ചോക്ക് എക്സ്പ്രസ് വേയുടെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല. പല ടണലുകളും ഫ്ലൈ ഓവറുകളും ഇനിയും അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഈ ഹൈവേയുടെ പണി പൂർത്തിയായാൽ ഡൽഹിയിൽ നിന്നും ചണ്ഡീഗഡിൽ നിന്നുമുള്ള യാത്രയിൽ 4.5 മണിക്കൂർ ലാഭിക്കാം. വലിയ മലകൾക്കിടയിൽ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഈ പാതയിലൂടെയുള്ള യാത്ര ഏതൊരാളുടെയും മനം കവരും. സ്വസ്തിക്ക് ചിഹ്നത്തോടുകൂടി ടണൽ നമ്പർ 3 നമ്മളെ വരവേൽക്കുന്നു.
550 മീറ്റർ ദൈർഘ്യമുള്ള ഈ ടണലിന്റെ പേര് തുന്നു ടണൽ. ചണ്ഡീഗഡിൽ നിന്ന് നമ്മളിപ്പോൾ 94 കിലോമീറ്റർ ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓരോ ടണൽ കഴിയുമ്പോഴും വലിയ മേൽപ്പാലങ്ങളും ഉയരം കൂടിയ മലമ്പാതകളുമായി ഹിമാചലിന്റെ സാമീപ്യം അറിയിച്ചു തുടങ്ങി. ലോഡ് നിറച്ചുള്ള ധാരാളം ട്രക്കുകൾ ഈ പാതയിൽ കാണാം. സീസൺ ആരംഭിക്കാത്തതിനാൽ റോഡിൽ അധികം ട്രാഫിക് അനുഭവപ്പെട്ടിരുന്നില്ല. ഉച്ചഭക്ഷണത്തിന് ശേഷം ഡ്രൈവിംഗ് ഞാൻ ഏറ്റെടുത്തു. എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി ഏത് സമയത്തും ഡൗൺ ആകും. പിന്നെ മൊബൈലിൽ വീഡിയോ എടുക്കേണ്ടി വരും. മലകൾക്കിടയിലൂടെയുള്ള റോഡിന്റെ സൗന്ദര്യം കൂടിക്കൂടി വന്നു. ഏതൊരു റൈഡറെയും സംബന്ധിച്ച് അവർക്ക് അത്യന്തം ആവേശം നൽകുന്ന റൂട്ടായിരുന്നു ഇത്. ചണ്ഡീഗഡിൽ നിന്നും 117 കിലോമീറ്റർ അകലെ ടണൽ നമ്പർ 4-ൽ എത്തിയിരിക്കുന്നു. തിഹ്ര ടണൽ എന്നാണ് ഇതിന്റെ പേര്. നീളം 1.25 കിലോമീറ്ററോളം വരും. തിഹ്ര ടണൽ കടന്ന് 2-3 കിലോമീറ്റർ സഞ്ചരിച്ച് ബാലോഹ് ടോൾ പ്ലാസയിലെത്തി. കിരാത്പൂർ നർച്ചോക്ക് 4-വരി പാതയുടെ നിർമ്മാണ സമയത്ത് പ്രദേശവാസികളുടെ വൻ പ്രക്ഷോഭം ഇവിടെ സംഘടിക്കപ്പെട്ടിരുന്നു. എന്നാൽ അന്നത്തെ SMDയുടെ അവസരോചിതമായ ഇടപെടലിൽ കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ബൈക്കുകളുടെ ടോൾ ഫ്രീ വേയിലൂടെ നമ്മൾ കടന്നു. ബാലോഹ് ടോൾ പ്ലാസ കഴിഞ്ഞ് എൻ്റെ അഭ്യാസങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഗോപ്രോയും ഹെൽമെറ്റും സുരേഷിനെ ഏൽപ്പിച്ചു. ഞാൻ സുരേഷിനെ പലതവണ ഓവർടേക്ക് ചെയ്ത് ഷോ കാണിച്ചുകൊണ്ടേയിരുന്നു. പ്രദീപേട്ടനും ഒട്ടും മോശമാക്കിയില്ല. ഗോപ്രോയിലെ ബാറ്ററി തീർന്നുപോയി. ഹിമാചലിന്റെ വിരാട രൂപം തെളിയാൻ തുടങ്ങിയിരിക്കുന്നു. സ്വർഗീയമായ കാഴ്ചകൾ. ഈ പശ്ചാത്തലം വല്ലാത്ത വശീകരണ ശേഷിയുള്ളതായി തോന്നുന്നു. കിടിലൻ 4-വരി പാത സ്വർഗത്തിലേക്കാണോ എന്ന് എനിക്ക് തോന്നി. നഗറിന്റെ ഭാഗത്തായി ഹൈവേകളുടെയും ടണലുകളുടെയും പണികൾ നടന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സുന്ദർ നഗർ കഴിഞ്ഞ് മാണ്ടി എത്തുമ്പോഴേക്കും നമ്മൾ വൈകിയിരുന്നു. വെയിൽ താണ് മെല്ലെ വെളിച്ചം കുറഞ്ഞു തുടങ്ങി. മാണ്ടി ടൗണിന് മുമ്പായി സുരേഷ് മിസ്സായി. ഞാനും പ്രദീപേട്ടനും ബൈക്ക് ഒരു സൈഡിൽ ഒതുക്കിയിട്ടു. എൻ്റെ ഫോണിന് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. പ്രദീപേട്ടൻ്റെ ആണെങ്കിൽ ബാറ്ററി തീരാറായിരുന്നു. അവസാനം ഉള്ള ചാർജിൽ സുരേഷിന് കറണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ഏകദേശം 1/4 മണിക്കൂറിന് ശേഷം സുരേഷ് എത്തി. നമ്മളെ കാണാത്തത് കാരണം സുരേഷും അല്പം പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. മനാലിയിലേക്ക് ഇനിയും 120 കിലോമീറ്റർ ഓടാനുണ്ട്. രാവിലെ മുതലുള്ള യാത്ര എല്ലാവരെയും വളരെ തളർത്തി. ദീർഘദൂരം ബൈക്ക് ഡ്രൈവ് ചെയ്തതിനാൽ ശരീരം മുഴുവനായി ഒരു തരിപ്പും ബാക്ക് പെയിനും അനുഭവപ്പെട്ടു. ഇന്ന് രാത്രി മനാലിയിൽ എത്തില്ല എന്ന് നമ്മൾക്ക് ബോധ്യമായി. നന്നായി ഇരുട്ടും മുമ്പ് എവിടെയെങ്കിലും തങ്ങണം. ടണൽ നമ്പർ 13 കഴിയുമ്പോഴേക്കും ഇരുട്ട് പരക്കാൻ തുടങ്ങിയിരുന്നു. തണുപ്പും കൂടി വന്നു. ഭീകരമായ മലമ്പാതകൾ, ആഴമേറിയ കൊക്ക. കഴിഞ്ഞ തവണത്തെ എന്റെ ലഡാക്ക് റൈഡ് സമയത്തുണ്ടായിരുന്ന അപകടങ്ങൾ മനസ്സിൽ വന്നു. ഉള്ളിൽ ചെറിയ ഭയമുണ്ടെങ്കിലും പുറത്തു കാട്ടിയില്ല. വെളിച്ചക്കുറവ് എന്നെയും പ്രദീപേട്ടനെയും നന്നായി ബുദ്ധിമുട്ടിച്ചു. വളവുകളുടെ റേഡിയസ് മനസ്സിലാക്കാത്തത് കാരണം പലപ്പോഴായി ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നിമാറി. ഈ അവസ്ഥയിൽ ബൈക്ക് അധിക ദൂരം ഓടിക്കാൻ പറ്റില്ല. വഴിയിൽ കടകളോ മറ്റോ ഉണ്ടായിരുന്നില്ല. കിലോമീറ്ററോളം ഓടിയ ശേഷം വെളിച്ചം കണ്ട സ്ഥലത്ത് ബൈക്ക് നിർത്തി. കുറച്ചു കടകളും മറ്റുമുള്ള സ്ഥലം. നല്ല ഇരുട്ടായിരുന്നു ചുറ്റിലും. കുല്ലു ടൗണിന് മുൻപുള്ള ഏതോ ഒരു സ്ഥലമാണിത്. റാം പഞ്ചാബി തടുക്ക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്. क्या नाम है आपका जी? हाँ जी, नाम क्या है आपका? नाम मेरा किशोरी है जी। किशोर, अच्छा नाम। अच्छा, ब्लॉग बना रहे हो? ऐसे ही बड़ा व्लॉग नहीं है, छोटा व्लॉग. എന്തൊരെളിമ.
भाई साहब रूम में दिखाएगा, अच्छा पसंद है तो आप लोग ले लो, नहीं तो जाएगा. Okay. Let's see. എന്തൊരു അഹങ്കാരം. किधर गए? ऊपर इधर ग्रीन रूम. ഹോട്ടൽ റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. തരക്കേടില്ല. ചെറിയ സൗകര്യത്തിൽ 3 ആൾക്കും കൂടാം. ദിവസ വാടക 1100 രൂപ. बालकनी. പറ്റും എന്താ പറയുന്നത്? സുരേഷിന് അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സമ്മതിച്ചു. നന്നായി കുളിച്ച് ഫ്രഷായി ചൂട് തന്തൂർ റൊട്ടിയും ദാലും രാജ്മയൊക്കെയായി പിന്നെയും കുശാലായ ഭക്ഷണം. ചൂടും കാഞ്ഞ് റോഡ് വക്കിൽ ഗസ്റ്റുകളെ കാത്തിരിക്കുന്ന കിഷോറിന്റെ അടുത്തേക്ക് പോയി. വയറു നിറഞ്ഞ കുറുക്കന്റെ സ്വഭാവം ഞാൻ കാണാൻ തുടങ്ങി. ഒരു ഹിമാചലി സോങ് ഒരു ഹിമാചൽക്കാരന്റെ മുന്നിൽ പാടാനുള്ള അവസരം ഞാൻ കളഞ്ഞു. ഏതായാലും മനസ്സ് നിറഞ്ഞ് നന്നായി ഉറങ്ങി. ശരീരത്തിന് നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. നാളത്തെ ഷൂട്ടിന് ക്യാമറകളെല്ലാം ചാർജ് ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നു.